നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ TP. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെറും 99 സീറ്റ് കിട്ടിയ ഒരു പാർട്ടി ഒരു ഭൂരിപക്ഷം കിട്ടിയ മാതിരി കളിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കാനാണ്. അതിൽ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, കോൺഗ്രസ് പറയുന്ന കേട്ട രാജ്യത്തുടനീളം ഭയങ്കര നേട്ടങ്ങൾ നടത്തിയ മാതിരിയാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. 6 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി 0 ആണ്. ഒരു സീറ്റ് പോലും ഇല്ല. പിന്നെ ഒരു 3-4 ഒരു സീറ്റ്, ചില സ്ഥലങ്ങളിൽ 2, ചില സ്ഥലങ്ങളിൽ 3. പിന്നെ സീറ്റ് വല്ലതും കിട്ടി എവിടെയെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ തന്നെ ഉത്തർപ്രദേശൊക്കെ നോക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ശക്തി കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് അവിടെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. സംഭവം ശരിയാണ്, അമേഠി, റായ്ബറേലി എല്ലാം തിരിച്ചു പിടിച്ചു. പക്ഷെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ അവിടുത്തെ ഈ സിറ്റിംഗ് MLA എടുത്തു നോക്കിയാൽ ഒന്നുമില്ലെങ്കിൽ BJP-ക്കാരാണ്, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ആൾക്കാരാണ്. അപ്പൊ സമാജ്വാദി പാർട്ടിയുടെ തോളിലേറിയിട്ടാണ് കോൺഗ്രസ് അവിടെ രക്ഷപ്പെട്ടത്. പിന്നെ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒരു സഖ്യത്തിന്റെ ബലത്തിൽ കുറച്ച് സീറ്റുകൾ കിട്ടി. പക്ഷെ എന്നാലും അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല, അവിടെ തിരക്കിട്ടില്ലാത്ത ഒരു ഇത് ചെയ്തു. പക്ഷെ എന്നാലും ആന്ധ്രാപ്രദേശ് പോലെ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലം, അതിപ്പോ ചിലർ പറയും അവിഭക്ത ആന്ധ്രാപ്രദേശ് ആയിരുന്നു കോൺഗ്രസിന്റെ കോട്ട. എന്നാൽ പോലും ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് വോട്ട് ശതമാനം നേടിയ ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 0.6%. പിന്നെ കോൺഗ്രസിന് മൊത്തം ആന്ധ്രാപ്രദേശ് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 2.6% വോട്ടേ ഉള്ളൂ. BJP-ക്ക് പോലും അവിടെ 11+ ഉണ്ട്. തെലുഗുദേശം ഓഫ് കോഴ്സ് അവിടെ 52% വോട്ടോട് കൂടിയാണ് തകർത്തത്. അപ്പോ ഒരു കാലത്ത് കോൺഗ്രസിന്റെ നേരിട്ട് ഉള്ള എതിരാളിയായിരുന്നു തെലുഗുദേശം പാർട്ടി. പിന്നീട് ശരിയാണ്, വേറെ പാർട്ടികൾ വന്നു, സംസ്ഥാനം വിഭജിക്കപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിന്റെ ശക്തി ഇങ്ങനെ ക്രമേണ നശിച്ചു. പക്ഷെ എന്നാലും ഈ YSR രാജശേഖർ റെഡ്ഡിയുടെ മകളെ കൂടെ കൂട്ടിയിട്ട് പോലും കോൺഗ്രസിന് 3% വോട്ട് പോലും അവിടെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതേപോലെയാണ് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ സംഭവം ശൂന്യമാണ്. അപ്പൊ ഈ ശൂന്യതയിൽ നിന്നാണ് കോൺഗ്രസ് ശക്തി ആർജിക്കുന്നത്. അതായത് അവരുണ്ടാക്കുന്ന ബഹളവും പിന്നെ സെലിബ്രേഷനും കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം സീറ്റ് കിട്ടി, ഇങ്ങനെ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇട്ടുണ്ടെങ്കിൽ നാളെ ഭരണം കയ്യേറാം എന്നൊക്കെയുള്ള മാതിരിയാണ്. പക്ഷെ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവര് സഖ്യകക്ഷികളുടെ മികവില് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. പക്ഷെ അതേസമയം കഷ്ടിച്ച് 5 മാസം മുമ്പ് മാത്രം അധികാരത്തിലേറിയ തെലങ്കാനയിൽ സീറ്റുകൾ കുറവാണ്. BJP അവിടെ തിരിച്ചു വന്നു. TRS വീണ്ടും ഒരു വലിയൊരു പതനത്തിലേക്ക് കൂപ്പുകുത്തിയെങ്കിലും ആ നേട്ടം BJP-ക്കാണ്. അത് ആ സംഗതി BJP-ക്കാണ് ഗുണമായത്. കോൺഗ്രസിന് 8 കിട്ടുമ്പോൾ അവിടെ BJP-ക്കും 8 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു തുല്യ നിലയിൽ. അതായത് 5 മാസം മുമ്പ് കോൺഗ്രസ് തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ ഓർക്കണം. BJP-ക്ക് അന്ന് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 10-11 സീറ്റേ ഉള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഒരു സംഗതി. പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിന് കിട്ടിയത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ വോട്ടിംഗ് ശതമാനം വയനാട്ടിലാണ്. 64 മുകളിൽ അവിടെ ഉണ്ട് വോട്ട്. അത് പച്ചക്കോടി. പിന്നെ വേറൊന്നും നമ്മൾ പച്ചക്കോടിയുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നല്ല ശക്തി കേന്ദ്രം ആയതുകൊണ്ട് അവിടെ നല്ലൊരു നല്ല ഗംഭീര ഇത് കിട്ടി, വോട്ടിംഗ് ഇത്. എങ്ങനെയും മോദി കയറരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ പാവങ്ങൾ വോട്ട് ചെയ്തിട്ട് ഓരോ വോട്ട് നശിപ്പിച്ച്. അതെ. പിന്നെ ശൂന്യതയിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടത് ഒരു സീറ്റ് മേടിച്ചിട്ട് ഗുജറാത്ത്, ഒറീസ, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ അതുകൊണ്ടാണ് മമതാ ബാനർജി ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഇവിടെ ഒരു സഖ്യം ആവശ്യമില്ല, ഇന്ത്യയൊക്കെ ഇതിന് പുറത്ത്, ബംഗാളിന് പുറത്ത്.
കോൺഗ്രസും ലെഫ്റ്റും കൂടി ചേർന്നിട്ട് അവസാനം കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടി. അപ്പൊ അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ. പക്ഷെ അതേസമയം അവരുണ്ടാക്കുന്ന ബഹളവും പിന്നെ ഓരോരോ അലിഗേഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്നൊക്കെയാണ് പറയുന്നത്. 99 സീറ്റേ ഉള്ളൂ. പക്ഷെ ഇതെന്താ പറ്റാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതെ, സ്റ്റോക്ക് അതിനെപ്പറ്റി പറഞ്ഞ ഒരു മാർക്കറ്റ് അറിയില്ല, അതോ പഠിക്കാൻ പോണ്ടി വരും. അതെ, അവനോട് സ്ഥിതി എന്താന്ന് ചോദിച്ചാൽ അവന് ചിലപ്പം പറയാൻ കിട്ടാനുണ്ടാവില്ല. അങ്ങനത്തെ ആളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഗുജറാത്ത്, ഒറീസ ഇങ്ങനത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു സീറ്റ് വെച്ചിട്ടാണ്. ഇവിടെയൊക്കെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ പുതിയ തലമുറയോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും. കാരണം അത്രയും മോശമാണ് സ്ഥിതി. പിന്നെ വേറൊന്ന് പറയേണ്ടത്, കർണാടകത്തില് ഈ കോൺഗ്രസ് നല്ലൊരു വിജയം അവിടെ അസംബ്ലി ഇലക്ഷനിൽ ഇതാക്കിയെങ്കിലും ഒരു 10 സീറ്റെങ്കിലും അവർക്ക് അറിയായിരുന്നു ലോക്സഭാ സീറ്റിൽ വലിയ സ്കോപ്പ് ഇല്ല. പക്ഷെ ഒരു 10 സീറ്റെങ്കിലും പ്രതീക്ഷിച്ച് 9 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അവിടെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാല്, ഒന്ന് അവര് ആ റേവണ്ണന്റെ മകൻ ഉണ്ടാക്കിയ ഒരു കുഴപ്പമാണത്. അല്ലെങ്കിൽ അത്രയും, അല്ലെങ്കിൽ കോൺഗ്രസിന് അത്രയും സീറ്റ് കിട്ടൂല. പിന്നെ അതുമാതിരി അവര് 5 ഗ്യാരണ്ടി കൊടുത്തിട്ട് കുറെ സ്ത്രീകളെ വോട്ട് കിട്ടുന്ന വിചാരിച്ചെങ്കിലും, സ്ത്രീകളെ വോട്ട് തൂത്തുവാരെന്നൊക്കെ വിചാരിച്ചെങ്കിലും BJP-യെക്കാളും ജസ്റ്റ് 1% മാത്രമേ കോൺഗ്രസിന് സ്ത്രീകളെ വോട്ടുകൾ അവിടെ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാക്കി കുറെ പോൾ ഗ്യാരണ്ടി കൊടുത്തിട്ട് ഇവര് ഫ്രീ ബസ്, വേറെന്തൊക്കെയോ അങ്ങനത്തെ ഈ ഫ്രീ ഒന്നും വർക്കായിട്ടില്ല. പിന്നെ മധുസൂദനനുള്ള സംസ്ഥാനമാണ് എന്ത് പറയുന്നു കോൺഗ്രസിന്റെ കർണാടകത്തിൽ തുടങ്ങിക്കോളും. കർണാടകത്തില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പില് ഉണ്ടായ ആ ഒരു ബൂം ഉണ്ടല്ലോ, അതേതായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിൽ തന്നെ മനസ്സിലാക്കുക, ജനങ്ങള് പെട്ടെന്നൊന്ന് ആ സമയത്തൊന്ന് പൊട്ടന്മാരായതാണ്. കരണ്ട് ഫ്രീ, വെള്ളം ഫ്രീ, 10 കിലോ അരി കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് നാളെ രാവിലെ എണീക്കുമ്പോൾ ഇതെല്ലാം കിട്ടും. ഡിപ്ലോമക്കാർക്ക് പൈസ കിട്ടും, മറ്റേ ഡിഗ്രി പഠിച്ചവന് 3000 കിട്ടും, അതൊക്കെ പറഞ്ഞ്. അത് കൂടാതെ ഇപ്പോഴും പൊട്ടനാക്കിയിട്ടുണ്ട് ആൾക്കാരെ. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? എന്താണ് ടക്കാ ടക്കാ ടക്കാന്നോ എന്തോന്ന് പറഞ്ഞു? ഒരു ലക്ഷം കട്ടാക്കട്ട് എന്നിട്ട് 1 ലക്ഷം ഉറുപ്പ്യ ഇങ്ങനെ 10 ആക്കിയിട്ട് എല്ലാവരും അക്കൗണ്ടിലേക്ക് 8000 വെച്ച് ഇന്നാ രാവിലെ ബുധനാഴ്ച മുതൽ ജൂൺ 6 മുതൽ വരുന്ന പറഞ്ഞു. 4 വോട്ടല്ലേ ജൂൺ 6 മുതൽ നിങ്ങൾ അക്കൗണ്ടിൽ നോക്കുമ്പോ കട്ടാക്കട്ട് എന്നിട്ട് ഇങ്ങനെ ഒച്ച കേൾക്കുന്നതാണ്. കോൺഗ്രസ് ഭാഗ്യക്കുറി. എല്ലാവരും ഭാഗ്യവാന്മാർ. ആലോചിച്ചോ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാൽ ഈ പാവങ്ങളായ പല ആൾക്കാരും ഇല്ലേ, ഇത് കേട്ട് വിശ്വസിച്ചു പോകില്ലേ? ശരിക്കും ക്യൂ നിന്ന് അതങ്ങനെയാണ് ഓരോ ജയോ. ഒരു കളവ് പറഞ്ഞ് അസത്യമായ ഒരു സംഗതി പറഞ്ഞു പരത്തി കൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കണം പാവത്തിന്, എങ്ങനെയെങ്കിലും ഒന്ന് പ്രധാനമന്ത്രി ആകണം എന്ന് ആ അമ്മയും മോനും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്തോ ഒരു രക്ഷയില്ല. കർണാടകത്തില് എനിക്ക് തോന്നുന്നത് DK ശിവകുമാറിനും അതൊക്കെ മടുത്തുന്നാ തോന്നുന്നു. അയാൾ ഈ ഒരു തെരഞ്ഞെടുപ്പില് അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ അത്രയും ഉഷാറോട് കൂടിയിട്ട് രണ്ടുപേരെയും ഞാൻ അങ്ങനെ ക്യാമ്പയിനുകളിലും ഒന്നും ഇതായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വല്ലാതൊരു ക്യാമ്പയിനിങ് ഒന്നും എവിടെയും കണ്ടിട്ടില്ല. ഈ പാർലമെന്റിൽ മണ്ഡലം കണ്ടമാനമുള്ളതുകൊണ്ടായിരിക്കാം. എങ്കിലും അത് വല്ലാതൊന്നും അന്നത്തെ പിന്നെ കോൺഗ്രസ് അത് പിടിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പാവത്തിന് ആ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തത് കൊണ്ട് അയാൾക്ക് ഒരു ബേജാറുണ്ടോ എന്ന് സംശയമുണ്ട്. അയാളെ പറഞ്ഞു പറ്റിക്കുകയത്. അയാൾ ഒറ്റ കഴിവ് കൊണ്ടാണ്. അയാൾ എന്ത് തന്നെയായാലും എനിക്ക് അയാളോട് ഒരു ബഹുമാനം കിട്ടും. അയാൾ ശക്തനായ ഒരു ഹിന്ദു ആണ്. നമ്മളെ നാട്ടിലത്തെ കോൺഗ്രസ്സുകാരമായി വൃത്തികെട്ടേറ്റുകളല്ല. അയാൾക്ക് അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കൊടുക്കും. കാരണം അയാൾ ഏത് സ്റ്റേജിൽ ഒക്കെ വരികയാലും ധൈര്യമായിട്ട് ഇനി എന്തൊരു അഭിനയായാലും എന്തായാലും വേണ്ടിയില്ല ജയ് ശ്രീറാം വിളിക്കും. അയാള് രാമൻ എൻ്റെ രാമനാന്ന് അയാൾ പറയൂ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മളെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് അത് പേടിയാ. രാമൻ എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയില്ല. രാമന്റെ പേരെ കേൾക്കാൻ അവർക്ക് ധൈര്യമില്ലാത്ത നേതാക്കന്മാരുണ്ട്. ഇയാളാവുന്നല്ല, ഇയാൾ കയ്യിലൊക്കെ പുള്ളി ചരടും പുള്ളി കുറി ഒക്കെ തൊട്ടിട്ടാണ് ഇയാൾ നടക്കുക. അങ്ങനെ ഒരു ഹിന്ദു എന്ന നിലയിൽ അയാൾ ആ ഒരു ധൈര്യം കാണിക്കുന്ന ഇതാണ്. എനിക്ക് അതിനെ കൊണ്ട് അയാളെ ഇഷ്ടമാണ് ആ ഒരു സംഗതി. ഇതുവാണെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് മാറിയേക്കാം.
ബി ജെ പിയിലേക്ക് വന്നുകൂടാത്തില്ല. പറയാൻ എല്ലാ പറ്റില്ല. ക്വാളിറ്റീസും ഉണ്ട്. ക്വാളിറ്റീസ് ഉണ്ട്, അയാൾക്ക് വരാനില്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. കുറച്ച് അല്ല, കുറച്ച് വേറൊരു കാര്യം, അയാള് മാത്രമാണ് ഒരു പക്ഷെ ഇന്ത്യയിലെ ഏക കോൺഗ്രസ് നേതാവ്. ഈ മറ്റേ നമ്മുടെ ഫലം ജൂൺ 4-നായിരുന്നില്ലേ, ആ 2-ാം തീയതി 3-ാം തീയതി പത്രക്കാർ ചോദിച്ചപ്പോ അയാൾ കൂളായിട്ട് പറഞ്ഞു, ഇന്ത്യ അലയൻസ് ഇന്ത്യ ഭരിക്കാനൊന്നും പോകുന്നില്ല. അത് പറയാനുള്ള ഒരു നട്ടല്ല അയാൾ കാണിച്ചു. തന്റെ ഉണ്ടായില്ല അയാൾക്ക് ഇല്ലേ. അയാൾ അല്ലെങ്കിൽ പിന്നെ ഒരു സംഗതിയിൽ എനിക്ക് അയാളൊരു ഇഷ്ടം തരുമോ, അയാൾ തന്റെ ഇടത്തോടു കൂടി സംസാരിക്കും. ഈ നട്ടലില്ലാത്ത കോൺഗ്രസ്സുകാരനല്ല അയാൾ. അയാൾ കോൺഗ്രസ്സുകാരനാണ്, അത് അയാളെ കാര്യങ്ങളും ഇതൊക്കെ നടക്കാൻ അയാൾ ആ രാഷ്ട്രീയത്തിലൂടെ വന്ന് അയാൾ വലുതായി കാര്യങ്ങളൊക്കെ. പക്ഷെ അയാൾക്ക് ഈ കർണാടകയിലില്ല കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തില് അയാൾ ഒരു നട്ടലില്ല ആളാണ്. മറ്റേതൊരു ഈ മുഖ്യമന്ത്രി ഒരു നട്ടലും ഇല്ലാത്ത ഒരുത്തനാ, ഒന്നിനും കൊള്ളൂല. അയാള് ഈ മുസ്ലിം പ്രീണനമായിട്ട് മുസ്ലിംസിനെ ഇങ്ങനെ പൊതിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മനുഷ്യനാണ്. ഇയാൾക്ക് അതൊന്നല്ല. ഇയാൾ ആരെ മുഖത്ത് നോക്കിയിട്ടും ആരുടെ പോടാന്ന് പറയാൻ ധൈര്യം. ഇന്നലെ ആ മന്ത്രിയോട് അയാൾ വിളിച്ച് റൂമിലിട്ട് പൂട്ടി അയാൾ പറഞ്ഞില്ലേ രാജിവെച്ച് പോയിക്കോളെ. അതിന് ധൈര്യമൊക്കെ അയാൾ കാണിച്ചു. എനിക്ക് അതിലൊക്കെ അയാളെ ബഹുമാനമില്ല. ആസ് എ ഹിന്ദു എന്നില്ല ആ ഒരു ഇത് പറയാൻ ധൈര്യമില്ല ഒരു കോൺഗ്രസ്സുകാരനാണ് അയാൾ. അത് ഞാൻ സമ്മതിക്കും. എന്ത് തന്നെ ആയാലും ഈ തെരഞ്ഞെടുപ്പില് ഈ റേവണ്ണ എന്ന് പറയുന്ന ആ ഒരു ബി ജെ പിക്ക് ഒരു ഡ്രോബാക്ക് ഉണ്ടായി. അവരെ കൂട്ടിയതിനെ കൊണ്ടുണ്ടായ വലിയ 2 സീറ്റ് 3 കൊടുത്തതിൽ 2 കിട്ടിയെങ്കിലും ഒന്ന് വല്ലാത്തൊരു ഡ്രോബാക്കാണ് ഉണ്ടായത് ആ ഒരു സംഗതി കൊണ്ട്. അല്ലെങ്കിൽ ഈ സീറ്റ് നമ്മൾ അന്ന് പറഞ്ഞ തരത്തിൽ തന്നെ 22, 23, 24 സീറ്റ് ബി ജെ പിക്ക് കിട്ടേണ്ടതായിരുന്നു. ഇത് ഇപ്പം 19 അല്ലേ ഉള്ളൂ. അല്ലാതെ സീറ്റുകൾ കിട്ടേണ്ടതായിരുന്നു. അത് വലിയൊരു നഷ്ടമാണ് കർണാടകയിൽ ഉണ്ടായത്. കാരണം ഇപ്പൊ നമ്മളെ ഈ നിയോജക മണ്ഡലത്തിലൊക്കെ, ഞാൻ താമസിക്കുന്ന നിയോജക മണ്ഡലത്തിലൊക്കെ ഒരു വർക്കും ഇല്ലാതെയാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത്. ഒരു വർക്കും ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊന്നും വന്ന ഒരു വോട്ട് പോലും ആരും ചോദിച്ചിട്ടില്ല. ഈ ഏരിയയിൽ നിന്ന് ഒരാൾ ഒരു വോട്ട് ചോദിക്കുന്നതോ കാര്യങ്ങൾ ചെയ്യുന്നതോ ഒരു ബൂത്തിൽ ഇരിക്കുകയോ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടില്ല. പക്ഷെ ജയിച്ചത് ഏകദേശം 1 ലക്ഷം വോട്ടിന്റെ അടുത്ത് ജയിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ശക്തമാണ് ഇവിടെയൊക്കെ. അതുകൊണ്ടാണ് ഈ ഇന്ത്യക്കാരോടൊക്കെ ദേഷ്യവും. അതുകൊണ്ടാണ് മലയാളികള് ബി ജെ പിക്ക് എതിരാന്നറിയാം. ഇവരതല്ലല്ലോ, ഇവര് വോട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് ഹിന്ദി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നത്. എന്ത് തന്നെയായാലും ഈ ഇന്ത്യക്കാരോട് ഒരു ദേഷ്യം അതിന് കാരണമുണ്ട്. ഞാനൊരു ബി ജെ പി വോട്ടർ, അതിനോണ്ടാണ് അവരോട് നിങ്ങൾ പൊയ്ക്കോ ഈ നാട്ടിൽ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് മലയാളിക്ക് അതൊന്നും കണക്കില്ലല്ലോ. മലയാളിക്ക് എന്ത് ബി ജെ പി ഓർക്കും അറിയാം. വേറൊന്നും എന്താ അറിയാം, ഈ കോൺഗ്രസ് നേരിട്ട് ബി ജെ പി ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള സ്ഥലത്തെ കോൺഗ്രസിന് ഭയങ്കര തകർച്ചയാണ്. 215 സീറ്റിലാണ് കോൺഗ്രസും ബി ജെ പിയും ഈ ഇലക്ഷനിൽ നേരിട്ട് ഏറ്റുമുട്ടിയത്. അതിൽ 153 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു, അല്ല ബി ജെ പി ജയിച്ചു. കോൺഗ്രസ് വെറും 62 സീറ്റിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 175 സീറ്റാണ് ബി ജെ പി ജയിച്ചത്. 190 സീറ്റിലാണ് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയത്. അപ്പൊ അത് തന്നെ ശരിക്കും കോൺഗ്രസ് ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള സ്ഥലത്ത് കോൺഗ്രസ് പതറുന്നത് നമുക്ക് കാണും അല്ലേ? അതെ അതെ. കോൺഗ്രസിന്റെ സംഗതി വെച്ചാല് അവരുടെ ചില നേതാക്കന്മാരുടെ കഴിവ് കൊണ്ട് മാത്രം അവർ ഓരോ നിയോജക മണ്ഡലത്തിലും ജയിച്ചതാണ്. അല്ലാതെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ന് പൂജ്യമാണ്. ആ പൂജ്യമായി കിടക്കുന്ന പ്രസ്ഥാനത്തിന് ആരും ജയിച്ചു വരാൻ ഒരു ചാൻസും ഇല്ല. അതിന് ഓരോ പറഞ്ഞത് ഹരിയാനയിൽ വളരെ കറക്റ്റ് ആണ്. ഹരിയാനയിൽ ശരിക്കും ഹൂഡ എന്ന് പറയുന്ന അവിടുത്തെ മുൻ മുഖ്യമന്ത്രി, അയാളുടെ മകനും, അയാളുടെ മകൻ ജയിക്കും ചെയ്തു എം പി ആയിട്ട്. അവരുടെ ഒരു ഇതിലാണ് 10-ൽ 5 സീറ്റ് കോൺഗ്രസിന്, 50% സീറ്റ് കോൺഗ്രസിന് കിട്ടിയതില് അതിൽ കോൺഗ്രസിന്റെ ഈ മറ്റേ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് യാതൊരു റോളും ഇല്ല. അത് ഹൂഡയും മകനും അവരുടെ അനുയായികളും എല്ലാവരും കൂടി ചേർന്ന് ഒറ്റയ്ക്ക് നടത്തിയ ഒരു ഗംഭീര, ഇവർ അങ്ങോട്ട് അധികം പോയിട്ടുമില്ല, അതുകൊണ്ട് രക്ഷപ്പെടും ചെയ്തു. ഹരിയാന ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് കോൺഗ്രസ് ആക്കുന്നത്. അങ്ങനെയാണ് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ആ നേതാവിന്റെ പ്രഭാവമാണ്, ആ നേതാവിന്റെ കഴിവാണ്. അതുകൊണ്ട് അയാൾ അറിയപ്പെടുന്നു, അയാൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ജയിച്ചു മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാണ്ട് പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇന്ന് വട്ടപൂജ്യമായിട്ട് കിടക്കുകയാണ്. നേതൃത്വം മുതൽ വട്ടപൂജ്യമാണ്.
ഒരു സീറോ ചെങ്ങായി അല്ലേ, നഴ്സറി സ്കൂൾ ചെങ്ങായിയാണല്ലോ അവിടെ മുകളിലില്ലത്. അവൻ മുതൽ ഇങ്ങോട്ട് കംപ്ലീറ്റ് അതിന്റെ ഇടയിൽ ചെറിയ നേതാക്കന്മാർ ഇങ്ങനെ നല്ലതുണ്ട്, അവർ ജയിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. മറ്റവൻ ഇപ്പോ ശരിയാണ്. രാജസ്ഥാനിലും അങ്ങനെ തന്നെയാണ്. സച്ചിൻ പൈലറ്റിന് വിട്ടുകൊടുത്തോണ്ട് സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിലെ തർക്കമില്ലാത്തൊരു പ്രകടനം കോൺഗ്രസിന് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റി. അതുമാതിരി ഇവര് ഗാന്ധി ഫാമിലി സപ്പോർട്ട് ചെയ്ത ഈ അശോക് ഗെഹ്ലോട്ട് എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ വൈഭവ്, അയാൾ തോറ്റു. അപ്പോ അവിടെ അങ്ങനെ നടന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ലോക്കൽ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിൽ ഈ രാഹുൽ ഗാന്ധി മറ്റവരും തീരുമാനിച്ചിട്ട് അലയൻസ് പോയ ഡൽഹി 7-7 തോറ്റു. അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു അലയൻസിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ആപ്പിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ ഇന്ന് നമ്മളെ വാട്സപ്പിൽ ഇതിലിങ്ങനെ കണ്ടതാണ്, അല്ല ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ്. നമ്മളെ ഇയാളുണ്ടല്ലോ ഇവിടുത്തെ DK ശിവകുമാർ, എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങി, ഡൽഹിയാണോ എവിടെയാണെന്ന് അറിയില്ല, ഇറങ്ങിയിട്ട് വരുന്നു. ചന്ദ്രബാബു നായിഡു ഫുള്ള് പോലീസും എസ്കോട്ടൊക്കെ ആയിട്ട് പുള്ളി ആൾക്കാരൊക്കെ ഇങ്ങനെ അദ്ദേഹം നടന്നു വരും. രണ്ടുപേരും അവിടെ വെച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിച്ച് കഴിഞ്ഞിട്ട് DK ശിവകുമാർ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചതാക്കിയിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഇവരെ സെക്യൂരിറ്റി ഇവരോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടാളും മാത്രം കുറച്ച് അപ്പുറം പോയിട്ട് എന്തോ സംസാരിച്ചു വന്നത്. എനിക്കിതൊക്കെ മതിയായി എന്നാണോ പറഞ്ഞതെന്ന് അറിയില്ല. എനിക്ക് കർണാടകത്തിൽ നിങ്ങൾ എത്ര ഭാഗ്യവാൻ എന്നായിരിക്കും പറഞ്ഞത്. ഇനിയോട് നമ്മോട് കൂട്ടാൻ പറ്റുമോ എന്നാണോ ചോദിച്ചത് പറയാൻ പറ്റില്ല. അദ്ദേഹം ആയിട്ട് ഒരു സംഭാഷണം നടക്കുന്നത് കാണാം. വളരെ കൂടുതലായിട്ട് കൂട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സംസാരിക്കും. ഏതായാലും നന്നാവട്ടെ, അയാൾ നല്ലൊരു ലീഡറാണ്. അയാളെ പോലത്തെ ആൾക്കാരൊക്കെ വരണോ? അല്ല, ഈ മറ്റേ DK ശിവകുമാർ ഏത് നിമിഷവും കൂറുമാറും ഒരു ശ്രുതി ഉണ്ട് അല്ലേ കർണാടകത്തില്? ചെറിയതായിട്ട് പറയുന്നത് കേൾക്കുന്നു. പക്ഷെ അയാളൊരു അടിയുറച്ച പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോഴും പെട്ടെന്നുണ്ടായ ഒരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങോട്ട് പാഞ്ഞു വന്നോളന്നൊന്നുമില്ല. പക്ഷെ ഓരോ സ്ഥലത്തെ അതെ. പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇത് കാണും, ഒരു മാറ്റം വരുമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ ഉള്ളൂ. അയാളൊക്കെ ശരിക്കും നല്ലൊരു ലീഡറാണ്, ഒരു ശക്തിയില്ല ആളാണ്. അത് ഇന്ന് രാവിലെ കണ്ടതാണ്. അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഇതിന്റെ ഇടയിലൊന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥിതിയിലാണ്. എല്ലാരും വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരു നേതൃത്വം, ആ വട്ടപൂജ്യത്തിന്റെ അതിലെ ഇങ്ങനെ പൂജ്യങ്ങളായിട്ട് കുറെ ആൾക്കാർ, അതിന്റെ ഇടയിൽ നമ്പർ 1 ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ജയിച്ചു വന്നു. അതാണ് ആ 99 ആൾക്കാർ. അല്ലാണ്ട് പാർട്ടിയുടെ പ്രഭാവം കൊണ്ടോ പാർട്ടിയുടെ ഗുണം കൊണ്ടോ പാർട്ടിന്റെ കാര്യം കൊണ്ടോ ഒരാളും ജയിക്കില്ല. പിന്നെ കക്കണം തന്നെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ഇതിലുണ്ട്, ഒരു ജയിക്കും. ഇതിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും കട്ടിച്ചില്ല, ഒരൊറ്റ പരിപാടി ഇല്ല ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ പാവപ്പെട്ട മുസ്ലിംസിനെ പറഞ്ഞ് പറ്റിക്കില്ല, കളവ് പറഞ്ഞിട്ട് ഈ BJP വന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ഒരു വോട്ടുണ്ടാക്കി കുറച്ച്. പിന്നെന്താ ചെയ്ത്, 1 ലക്ഷം ഉറുപ്പ്യൻ്റെയും 2 ലക്ഷം ഉറുപ്പ്യൻ്റെയും കാർഡ് കടലാസ് എഴുതിയിട്ട് കൊടുത്ത് അങ്ങനെ കുറെ പറ്റിക്കുക. അങ്ങനെ എന്തൊക്കെ തരത്തിൽ എങ്ങനെയെല്ലാം ജനത്തിനെ പറ്റിച്ചിട്ട് തൽക്കാലമായിട്ട് തട്ടിക്കൂട്ടി ഒരു വോട്ടുണ്ടാക്കി. ഈ ഉത്തർപ്രദേശിൽ ഒരു കാര്യം തന്നെ പോന്ന് ചിന്തിച്ചു നോക്ക്. SP എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇവരെന്താണ്? ആ കിട്ടിയ ഒരു സീറ്റും ഉണ്ടാവില്ല. ഒരു സീറ്റല്ലേ കിട്ടിയത് ഉത്തർപ്രദേശ്, അല്ലേ? അല്ല, ഉത്തർപ്രദേശിൽ കുറച്ച് സീറ്റുകൾ കിട്ടിയില്ല. കോൺഗ്രസിന് കിട്ടിയത് ഉത്തർപ്രദേശ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റായിരുന്നു, ഇപ്രാവശ്യം 6 സീറ്റ്. 6 സീറ്റ്. ഈ 6 സീറ്റ് SP-നെ കൊണ്ട് കിട്ടിയതാണ്. അതെ, കാരണം അവര് 37 ജയിച്ചപ്പോ ഇവര് 6 ഇവർക്ക് കൊടുത്ത സപ്പോർട്ട് ഉണ്ട്. 6 അല്ല 7 ഉണ്ടെന്ന് തോന്നുന്നു. 6 സീറ്റ് ഉണ്ട്. 6 ആണ്. അപ്പൊ ഈ 6 സീറ്റ് കിട്ടിയത് SP-ന്റെ യാദവ വോട്ട് കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ ഒന്നും ദളിത്സും കൂടി വോട്ട് ചെയ്തു. അതെ, ദളിത്സിനെ പറഞ്ഞു. ദളിത്സിനെ പക്ഷെ എന്താ വെച്ചാല് അയാള് നല്ല കാൻഡിഡേറ്റ്സിനെ നോക്കി കുറെ ആൾക്കാരെ, അതായത് മായാവതി അവിടെ വലിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ചാൻസ് കണ്ടിട്ട് കുറെ ദളിത് കാൻഡിഡേറ്റ്സിനെയും പിന്നെ ഈ നോൺ യാദവ് OBCസിനെ ഫീൽഡ് ചെയ്തു അയാള്. ഈ നമ്മുടെ അഖിലേഷ് യാദവ്, അതിന്റെ ഗുണം ശരിക്ക് SP-ക്ക് കിട്ടി, അതിന്റെ കൂടെ കോൺഗ്രസിനും കിട്ടി. അതായത് ഇപ്പോ എന്തോ BJP-ക്ക് ഒരു ചെറിയൊരു മോശ സമയം ഉണ്ടായി. ആ ഒരു ചെറിയ നരേന്ദ്രമോദിക്ക് ഒരു മോശ സമയം ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ്
ചെറിയൊരു സീറ്റ് കുറഞ്ഞത് അല്ല ജാതകവശാലില്ല, ചെറിയൊരു മോചന സമയമാണ്. ഓ ഒരു അത് ശരി. ആഹാ. ചൊവ്വ ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശനീന്റെ അപഹാരമാണ്. ചൊവ്വ ഓ. ശനീന്റെ അപഹാരം നടക്കുന്ന സമയമാണ് ഇപ്പൊ കുറച്ച് ടൈം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഒന്നുകൂടി ഉണർന്ന് എഴുന്നേൽക്കാണ്ട്. ആ അതൊരു 3-4 മാസത്തിനുള്ളിൽ ഒന്നുകൂടി ഉണർന്ന് എഴുന്നേൽക്കാണ്ട്. അപ്പൊ കാണാം കളി, പൂരം മാറും. 3-4 മാസം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ അടുത്ത് ആയി വരും. എന്നാൽ അങ്ങനെ ചിലപ്പോ BJP ആ ഈ മറ്റേ എന്താ ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെതിരെ അവിടെ ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് 3-4 സ്റ്റേറ്റില്. ഇപ്പോഴത്തെ എല്ലാരും പറയുന്നത്, പണ്ഡിറ്റ്സ് ഒക്കെ പറയുന്നത് BJPക്ക് സ്കോപ്പ് ഇല്ല എന്നല്ലേ. അതെ. അപ്പോ ആ 3-4 തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ നേരെ വിപരീതമായിട്ട് തിരിച്ചു വരാൻ നല്ല ചാൻസ് ഉണ്ട്. ശടകോളം എണീക്ക് തന്നെ ചെയ്യും. അത് അങ്ങനെ അദ്ദേഹം ഒരു 4.5 വർഷത്തോളം പോകും. അത് കഴിഞ്ഞാൽ ഒരു 1/2 വർഷം ലേശം മോശമുണ്ട്. ആ സമയത്തേക്ക് നിർത്തും പരിപാടി. ചിലപ്പോ അങ്ങനെയായിരിക്കും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ചൊവ്വ പക്ഷെ നല്ല ഉയർന്നെഴുന്നേറ്റ് മൂപ്പര് അടിച്ചു പൊളിക്കുന്ന ഒരു സമയമാണ്. അതെ, അല്ല ഇതെന്തായാലും താങ്കൾക്കേ പറയാൻ പറ്റുള്ളൂ, കാരണം താങ്കളാണ് ജ്യോത്സ്യവും പിന്നെ ന്യൂമറോളജി ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൊറോസ്കോപ്പ് എടുത്തിട്ട് ഒന്ന് ഇന്നലെ നോക്കിയതാ. എന്തുകൊണ്ട് ദശാപഹാരങ്ങളൊക്കെ ഒന്ന് വെറുതെ നോക്കിയതാ. അപ്പോഴാണ് കണ്ടത് ചൊവ്വയിൽ ശനിയപ്പന്റെ അപകാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ശനിന്റെ അപകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് വലിയ ജ്യോതിഷമൊന്നും അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇങ്ങനെ ആ സാധനമൊക്കെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോ അങ്ങനെയൊക്കെയാ കാണുന്നത്. അപ്പൊ അത് കാണുന്ന പ്രകാരം പുള്ളി കുറച്ച് അടിച്ചു പൊളിക്കും. പ്രഭാവത്തിൽ ഭയങ്കര സൂര്യ തേജസ്സായിട്ട് തന്നെ വീണ്ടും മാറുന്നില്ല കാര്യത്തിന് യാതൊരു സംശയമൊന്നുമില്ല. അതിനൊരു സംശയവും വേണ്ട. അപ്പൊ പിന്നെ ഒന്നാമത് മറ്റേ അപ്പുറത്ത് നേതൃത്വം ഒന്നുമില്ലാത്തൊരു സാധനം തൽക്കാലത്തേക്ക് ഒരു തട്ടിക്കുട്ടിയിട്ട് ഇവിടുന്ന് ഒരു 10-90 സീറ്റ് കിട്ടിയെന്നേ ഉള്ളൂ. നമ്മളെ പത്രക്കാരൊക്കെ വേറൊരു രസമുണ്ട്. 99 എന്ന് പറയാനൊരു മടിയാ. ആ 100 സീറ്റോളം കിട്ടിയെന്നാ പറയുക. എവിടുത്തെ 100 സീറ്റൊക്കെ 99 തന്നെയാ. നമുക്ക് 240 ഇല്ലേ, നമ്മൾ 240 തന്നെയാ പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല. 100 സീറ്റോളം കിട്ടി. കോൺഗ്രസ്സുകാരും അതാ പറയാ, 100 സീറ്റോളം കിട്ടിയത്. എന്തൊരൊക്കെ 100 സീറ്റ് ഒരു എന്തുമില്ല. 99 തന്നെയാ. 3 അക്കത്തിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. കളി മുഴുവൻ മാസങ്ങളോളായിട്ട് ഈ കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് തെക്കും തെക്കും പടിഞ്ഞാറും മുഴുവൻ നടന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ യാത്രയുടെ അത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നോർത്ത് ഈസ്റ്റില് രാഹുൽ ഗാന്ധി നടന്ന സ്ഥലമാണ്. നോർത്ത് ഈസ്റ്റിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 25 ലോക്സഭാ സീറ്റ് ഉണ്ട് ടോട്ടൽ, 7 സംസ്ഥാനങ്ങളിലായിട്ട്. അതില് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വെറും 3 സീറ്റാണ്. പറയാൻ അവിടെ ഈ മറ്റേ മണിപ്പൂർ ഇഷ്യൂ അങ്ങനത്തെ പലതും ഒക്കെ ഇവര് ഭയങ്കര ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിയിട്ട് നോർത്ത് ഈസ്റ്റ് മുഴുവൻ BJPയുടെ എതിരാവും എന്നൊക്കെ പറഞ്ഞു നടന്നത്. പിന്നെ ആസാമിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നൊക്കെ വലിയ വീമ്പടിച്ചിരുന്നു. ആസാമിൽ കോൺഗ്രസിന് 2-3 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. 3 സീറ്റ് മണിപ്പൂരിലെ മണിപ്പൂരുകാർക്കെല്ലാം അറിയാം. അതെ, മണിപ്പൂരിലെ സത്യം മണിപ്പൂരുകാർക്ക് അറിയാം. അവിടെ കിട്ടി, ഒരു സീറ്റ് കിട്ടി, ഒരു സീറ്റ് വേറെ അവിടുത്തെ ലോക്കൽ പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറയാ 25 സീറ്റുള്ള കോൺഗ്രസ് പണ്ട് നല്ല ശക്തി ഉണ്ടായിരുന്ന, അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്ന, അവിടെ പോലും അവർക്കൊരു എവിടെയും തിരിച്ചുവരവിന് പറ്റുന്നില്ല. അതായത് സ്വന്തമായിട്ട് BJPനെ ഫൈറ്റ് ചെയ്യുന്നിടത്ത് എവിടെയും കോൺഗ്രസിന് ഭാവിയില്ല. വേറെ ഏതെങ്കിലും ഇപ്പൊ DMK, SP അങ്ങനെ ഏതെങ്കിലും സഖ്യകക്ഷി ഉണ്ടെങ്കിൽ, ആകെ ഒരു കർണാടകവും ഒരു ഹൈദരാബാദും ഒഴിച്ച വേറെ എവിടെയും കോൺഗ്രസ് സ്വന്തം ശക്തിയിൽ ഇലക്ഷൻ ജയിക്കുന്നില്ല. പ്രാദേശിക പ്രസ്ഥാനങ്ങൾ ഇല്ലാതെ കൊണ്ട് പ്രാദേശിക പ്രസ്ഥാനങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. വേറെ വരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എവിടെ. ഇപ്പോഴും അടിത്തറ ഇല്ലാത്ത പ്രസ്ഥാനം തന്നെയാണത്. കുറച്ച് ആൾക്കാർക്ക് എവിടുന്നോ പണം കൊടുത്തിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. നമ്മളെ കേരളത്തിലുണ്ട്, അതില്ല എന്ന് പറയണ്ട. കേരളത്തിൽ നല്ല കുറച്ച് ഇപ്പോഴും പിന്നെ ഉണ്ട്. കാരണം ഇനിയും അടുത്ത ഭരണത്തിലൊക്കെ ചിലപ്പം വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്ന് വിചാരിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി മറ്റേ LDFന് ഒറ്റ സീറ്റ് മാത്രമായപ്പോ കോൺഗ്രസ് ഇതുപോലെ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഇനി കോൺഗ്രസ് ജയിക്കുമെന്ന് നമ്മൾ പലരും വിചാരിച്ചിരുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. CPM വളരെ ശക്തമായ തിരിച്ചുവരവ്. പക്ഷെ ഇപ്രാവശ്യം BJP അവിടെ അക്കൗണ്ട് തുറന്നതുകൊണ്ട്
തുറന്നുകൊണ്ട് ആ ഒരു മാറ്റം വരും. പക്ഷെ അക്കൗണ്ട് വേറൊന്നുണ്ട്, ബി തുറന്നത് ജെ പിക്ക് മാത്രമല്ല, കിട്ടാൻ പോകുന്ന വോട്ടുകൾ LDF-ന്റെ ആണോ അതോ കോൺഗ്രസിന്റെ ആണോ എന്നുള്ളതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അല്ലെ? LDF-ന്റേതായിരിക്കും കുറച്ച് ജാസ്തി വരിക എന്നുള്ളത്. കാരണം LDF-ന്റെ പല കോട്ടകളിലും ആണ് BJP ഒന്നാമതും രണ്ടാമതും ആയി തീർന്നിരിക്കുന്നത്. കാരണം അത് വരണം, അവരാ വരേണ്ടത്, അവരാണ് BJP-യിലേക്ക് വരേണ്ടത്. ഈ കോൺഗ്രസ്സുകാർ വരും പോകും, അതിങ്ങനെ ഒരു ഇതാണ്, ഒരു ക്ലബ്ബ് മാതിരിയാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാല്. അല്ലേ? അതൊരു ക്ലബ്ബാണ്. അതിലേക്ക് ഇങ്ങനെ ആൾക്കാർ വരും, അത് കള്ളുകൂടി സെറ്റിലും കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നില്ല. അതേമാതിരി അതിലേക്ക് ഇങ്ങനെ വരും, അത് ഇങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സമുദായമായിരിക്ക. ഒരു മുസ്ലിം സമുദായം എന്നൊക്കെ പറയില്ലേ, ഒരു കിതാബിന്റെ അണ്ടറിൽ തന്നെ അത് പഠിച്ചിട്ട് ഞങ്ങൾ അതന്നെയാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അവിടെയാണ് വ്യതിചലനം ഉണ്ടാകേണ്ടത്, അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക. അത് ഉറച്ച ആൾക്കാരായിരിക്കും വരിക. കാരണം അതിനെ മടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. എക്സ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഇപ്പൊ ചില ഇതിലൊക്കെ കാണുന്നുണ്ട്, എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്, കുറെ ആൾക്കാരെ കാണാം. അതേമാതിരി ഈ എക്സ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, വന്ന ആൾക്കാരോ അടിയുറച്ച ആൾക്കാരായിരിക്കും. കോൺഗ്രസ്സുകാർ വന്ന കണക്കല്ല. കേരളത്തിൽ 14 സീറ്റ് കിട്ടിയെങ്കിലും കോൺഗ്രസിന് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷനിൽ UDF വരികയാണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കില്ല, മുസ്ലിം ലീഗ് ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ഒരു ഭയം ആൾക്കാർക്കുണ്ട്. അത് അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഹാൻഡിക്യാപ്പ് തന്നെയാണ്. അത് അവർക്ക് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി അനുസരിച്ചിരിക്കും. കോൺഗ്രസ് ഇപ്രാവശ്യം അവർ നല്ല ഒരു പെർഫോമൻസ് ആണ്, അതിൽ നല്ലൊരു ഇത് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇതിൽ ജയിച്ചവരും തോറ്റവരായിട്ടുള്ള പലർക്കും സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വരണം എന്നാണ് താല്പര്യം. ഈ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാലും അത് ഈ മുസ്ലിം വോട്ടുകൾ, മുസ്ലിംസിന്റെ വോട്ട് ഒന്ന് ചേർന്നുകൊണ്ട് ഇവർ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ആ ഒരു മൂഢസ്വപ്നത്തിൽ അങ്ങോട്ട് പോയി എന്ന്. ഒരു മൂഢസ്വപ്നാണത്. ഈ രാഹുൽ ഗാന്ധി ആകും എല്ലാരും പറഞ്ഞ് അങ്ങോട്ട്, ബാക്കി നമ്മളെ പത്രക്കാരും അടിച്ചു 19 അതന്നെ സംഭവിച്ചത്. രാഹുൽ ഗാന്ധി ജയിക്കും, പ്രധാനമന്ത്രിയാവും എന്നൊക്കെയുള്ള രീതിയിൽ കോalition ഗവൺമെന്റ് രാഹുൽ ഗാന്ധി നയിക്കും എന്ന പ്രതീക്ഷയിലാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇപ്രാവശ്യം പിന്നെ കുറെ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പോവും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കളവും കൂടി കൂട്ടി പറഞ്ഞിട്ടാണ് ജയിച്ചത്. അപ്പൊ അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പോകുന്നു പറഞ്ഞ നമ്മളെ കേരളക്കാർ വിശ്വസിക്കില്ല. അത്യാവശ്യമൊക്കെ വിവരമുണ്ട്. പക്ഷെ ഇത് ഈ വർഗീയത പൊട്ടത്തരാക്കാൻ പറ്റൂ. കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് കുറച്ചു പേർക്ക് അറിയാതെ പെട്ടെന്ന് മാറ്റമൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പറഞ്ഞു പറ്റിക്കുകയാണ്, ഇതിന് അവർക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊരു ഭയമുണ്ട്. അതായത് ഹിന്ദു ഭരണം വരും. RSSന്റെ 100-ാം വർഷമാണ്. ഈ 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന RSS നാളെ ഇവിടെ ഹിന്ദു രാജ്യമാക്കി പ്രഖ്യാപിക്കും, അതോട് കൂടിയിട്ട് മുസ്ലിംസ് ഇവിടെ ഇല്ലാണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിച്ചത്. ആര്? രണ്ട് പ്രസ്ഥാനങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും. അതിലാർക്ക് നല്ലോണം ചൂട്ട് കത്തിച്ചിട്ട് തീ ഇങ്ങനെ വെക്കാൻ പറ്റിയോ അവന് ജയണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് ആ സാധനം നല്ലോണം ഇങ്ങനെ ചൂട്ടിൽ ഇങ്ങനെ മൂട്ടിൽ ഇങ്ങനെ തീ കൊടുത്തപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു. പക്ഷെ അവരുടെ ഭരണം അത്രയും ആയതുകൊണ്ട് ഒരു പഴയ സഞ്ചി കൊടുത്തിട്ട് രക്ഷപ്പെട്ട യാത്ര എല്ലാം കൂടി ആയതോടുകൂടി ജനങ്ങൾക്ക് മടുത്തിട്ട് വോട്ട് ചെയ്തതാണ്. പണ്ട് സഞ്ചിയും ഗോതമ്പും ആയിരിക്കും മറിച്ച മല്ലിപ്പൊടി പപ്പടമൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോയി. അതേമാതിരി ഇവിടെ രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇവിടെ ഇതൊക്കെ സഞ്ചി കൊടുക്കാനും പൈസ ഇല്ലാണ്ടായി പോയി. സർക്കാരിന്റെ സഞ്ചി വാങ്ങാൻ പൈസ ഇല്ലാത്ത സ്ഥിതിയിലായിപ്പോയി ഇയാള് പിണറായി. അങ്ങനെ പിണറായി ആകെ ബേജാറിൽ നിൽക്കുക. അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ സഞ്ചി വാങ്ങി അരിയൊക്കെ വാങ്ങിയിട്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. അത് ചെയ്യാൻ പറ്റാണ്ടുപോയി. അപ്പൊ മറ്റവരെ ഭയപ്പെടുത്തിക്കൊണ്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം എല്ലാം കൊണ്ടും നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ആ ഭയപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വിജയമാണ് കേരളത്തിൽ വരെ നേടിയെടുത്തില്ല. അല്ലെങ്കിൽ ഈ 18 സീറ്റും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല 18 സീറ്റിലൊന്നും ജയിക്കാൻ പറ്റുന്നു. അതിന് മാത്രമല്ല സംഘടനാ ശക്തിയൊന്നുമില്ല. 45% വരും ഒരു ന്യൂനപക്ഷം. ഈ ന്യൂനപക്ഷക്കാരെ ഉള്ളിലുണ്ടായ ഭയമാണ് ഇതിന്റെ വരെ ഒരു വിജയത്തിനില്ല കാരണം. ഈ ഇവിടുന്ന് കിട്ടിയ 19 ഒന്ന് കിഴിച്ചു നോക്കിയാൽ 99, പിന്നെ 80.
ഇന്ത്യ അതിൽ മഹാരാജ്യം. തന്നെ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ DMK കരണം കൊണ്ട് കിട്ടിയ സീറ്റ് കഴിച്ചാല് ആ, അത് പിന്നെയും കുറയും. ഇനിയും കുറയും. അങ്ങനെ ഓരോരുത്തരെ കരുണ ഇങ്ങനെ എച്ചിൽ നക്കിയതാണ്. എച്ചിൽ നക്കിയവന്റെ ചെറി നക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതാണ് അവന്റെ സ്ഥിതി. അങ്ങനെ പറയാറുണ്ട്, എച്ചിൽ നക്കിയവന്റെ ചെറി നക്കി. അതാണ് ഓരോ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന്. ആലോചിക്കോ, ചെറി നക്കി നടക്കണവര് പാവങ്ങൾ. കാര്യം കഷ്ടായിപ്പോയി. ഇന്ത്യ രാജ്യത്തില് 60 വർഷത്തോളം ഭരിച്ച് ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് എന്തൊക്കെയോ ചെയ്ത് ഒരു കതർ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ സിൽക്കൊക്കെ ഇട്ടിട്ട് നടന്ന് ഇങ്ങനെ ജീവിച്ച ഒരു നല്ല സുഖിയന്മാരായിരുന്നു. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കരുത്. എല്ലാം പോയിട്ട് ഇപ്പൊ ഒന്നുമില്ലാണ്ട് കിടക്കുകയാണ്. എന്നിട്ടും ഈ ജയത്തിന്, എന്നിട്ടിപ്പോ BJPന്റെ ഈ ജയത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും സ്റ്റേജുമ്പോ കയറിയിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന മാതിരിയാ. എവിടെയാ വിജയം ഉണ്ടായത്? അല്ലെ, എവിടെയാണ് ഇപ്പൊ നമ്മളെ ഇന്ത്യൻ മാപ്പ് എങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും 100-ൽ 100 BJP. മധ്യപ്രദേശിൽ 29-29 അല്ലേ? അല്ലേ? പിന്നെ ത്രിപുരയില് 2-2. പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളെ പേര് ഇപ്പൊന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കി നോക്ക്. ഒരു 5, 8, 10 സ്റ്റേറ്റില് ഫുള്ളാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളില് 80-90% സീറ്റ്. ആകപ്പാടെ പോയത് BJPക്ക് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിലും മാത്രമാണ് ചെറിയൊരു ദോഷമുണ്ടായത്. ചെറുതായിട്ട്. ഒരു 37 സീറ്റിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായി. അവിടെ 37 സീറ്റല്ല, 37 സീറ്റ് ഇപ്പൊ BJP കിട്ടിക്കോളൊന്നുമില്ലല്ലോ. ഒരു 30 കൂട്ടിക്കോ, ഒരു 30 സീറ്റിന്റോളം കുറവ് അങ്ങനെ ഉണ്ടായി. പിന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായ ഒരു 10 സീറ്റോളം അല്ലേ? ഹരിയാന, കർണാടക അത്രയും ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളും, ഹരിയാനയിൽ ചെറിയൊരു കുഴപ്പമുണ്ടായി, ചെറുത്. അതൊക്കെ 2 സീറ്റിന്റെ ഒക്കെ അത്രേ ഉള്ളൂ. അങ്ങനെയെല്ലാം കൂടി ആയിട്ടൊരു 10-40 സീറ്റിന്റെ ഒരു കുറവ് BJPക്ക് ഉണ്ടായി. പക്ഷെ കോൺഗ്രസ് അതിന് പക്ഷെ വേറൊരു സംഗതി ഉണ്ട്. എന്താ അറിയോ, ഈ കോൺഗ്രസിന് പക്ഷെ ഈ 99 ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്ന് കുറച്ച് സീറ്റ് കൂടി നമ്മൾ നോക്കിയാൽ തന്നെ കോൺഗ്രസ് ശരിക്കും ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തോൽവി ഏറ്റെടുക്കാൻ വളരെ മിടുക്കരാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ പഞ്ചാബിൽ നടന്ന ഓർമ്മയുണ്ട്. അമരീന്ദർ സിംഗ് അവിടെ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്താല് കോൺഗ്രസ് തിരിച്ചു വരുന്നുള്ളതിൽ ഒരു സംശയമില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് കൊണ്ടുപോയിട്ട് ആ സിദ്ധുവിന്റെ വാക്കും കേട്ടിട്ട് അമരീന്ദർ സിംഗിനെ മാറ്റി. എന്നാ പിന്നെ മാറ്റുന്നതിന് മുമ്പ് നല്ല ശക്തരായിട്ട് സിദ്ധുവിനെ ആക്കുകയാണെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ആക്കിയിട്ട് വേണ്ട അങ്ങനെ ചെയ്യാൻ. സിദ്ധുവിനായിട്ട് ആക്കാനും പറ്റിയില്ല, അമരീന്ദർ സിംഗിനെ മാറ്റും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ചന്നീനെ പിടിച്ചിട്ടാക്കി. അതോടുകൂടി അധോഗതി. അത് ജയിച്ച് 100% ഷുവർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ആ ഒരു കഴിവുണ്ട്. ഇപ്പൊ ഈ 99 ഉണ്ടല്ലോ, 99 ആവാൻ വലിയ സമയമൊന്നും വേണ്ട, ഇവരെ കയ്യിലാണ്. കാരണം അത്ര കേപ്പബിൾ ലീഡേഴ്സ് ആണ്. ഒരു ഉപദേശകൻ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്ന് വണ്ടി കയറിയാണ് ഓന്റെ കാര്യം. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിനെ ആ കുടുംബത്തിന് ഇല്ലാണ്ടാക്കിയിട്ട് അടങ്ങുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഓരോന്നുണ്ടാകുമല്ലേ, ഏതൊക്കെ ഒരു സംഗതിക്ക് ഒരു അവസാനം ആണിയിടിക്കാൻ ഏതൊക്കെ ഒരാൾ വേണം. ഈ കേരളക്കാർ വേറെ എവിടെ പോയാലും ഞങ്ങൾ കേരളക്കാരുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി കോൺഗ്രസിന്റെ അവസാനം ആണി അടിക്കുന്നതിന് ഇങ്ങനെ തുളയിട്ട് കൊടുക്കാൻ ഇവനാ പോയിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. അല്ലേ? ചാൻസ് നോക്കി നിൽക്കുകയാണ്. ആ ചാൻസ് ആയിക്കോളും. അസംബ്ലി ഇലക്ഷൻ കേരളത്തിൽ വരുന്നതോടുകൂടി മൂപ്പര ഗ്രൂപ്പുകളിൽ ഇപ്രാവശ്യം മറ്റേ പ്രശസ്ത വിജയം കൈവരിച്ചു എന്നുള്ളൊരു ലേബലില് മൂപ്പർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ കാര്യം കഷ്ടാവും. ഒരു സംശയമില്ല. ഇവിടെ എല്ലാം ലീഡർമാരെ എല്ലാം ഞാനോ നീയോ നടക്കുക, എല്ലാരും മുഖ്യമന്ത്രിയുടെ കുപ്പായ അടിച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല പലരും മൂപ്പര് അവിടുന്ന് നിർത്തിയതും സീറ്റ് മാറ്റിയതും ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ആരെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ തോൽപ്പിച്ച് ഡിസ്ക്രെഡിറ്റ് ചെയ്യാം. പുള്ളി തന്നെ ചിലപ്പോ അവിടെ ഇല്ലത് രാജിവെച്ചിട്ട് ഇങ്ങോട്ട് വന്നുകൂടാതില്ല. ഒരു MLA. പക്ഷെ രാജീവ് ഗാന്ധി അല്ല, ഈ രാഹുൽ ഗാന്ധിക്ക് മൂപ്പരില്ലാണ്ട് പറ്റൂല. വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ചു കാലം കോൺഗ്രസ് മറ്റേ ആസ്ഥാനം ഇങ്ങോട്ടാക്കട്ടെ വരും, തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കോ. ഇയാൾ അയാൾക്ക് പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ്.
ആ ഇത്രയും എം പിമാര് കോൺഗ്രസിന്റെ 10-60 എംപിമാരുണ്ടായിരുന്നില്ലേ? ആ. 60 പിന്നെ മറ്റേ ബാക്കിയുള്ള എംപിമാരുണ്ടായിരുന്നു. 19 മുതലുള്ള ഞാൻ പറയും. എന്നിട്ട് അതിന്ന് ഈ ഒരാളെ തെരഞ്ഞെടുത്തത്. അപ്പൊ എന്ത് കറക്റ്റ് അസസ്മെന്റ് ആണ് നോക്കണം. പിന്നെ ആ ശശി തരൂരിന്റെ തെരഞ്ഞെടുത്തിന്റെ ഇതിനെക്കാട്ടും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുക അല്ലേ? സോബർ ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അലയൻസ് ഒക്കെ ശരിക്കും ആൾക്കാരെയൊക്കെ ഒരുമിച്ച് നിർത്താനും ആ അവരോട് സംസാരിക്കാനും അതെ, ഒരു നല്ല തികഞ്ഞ ഒരു മാന്യൻ, ഒരു നല്ലൊരു മാന്യത മാന്യത ഉള്ളൊരു ആ മാന്യതയില്ല പിന്നെ ആളെ. ആ മാന്യതയില്ല ആളെയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഇത് ഒരു മാന്യത ഇല്ലാതെ അയാളെ കണ്ടൂടാ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ശരിക്ക് നമ്മൾ കഴിവുകൊണ്ട് നോക്കുകയാണെങ്കിൽ സമയം തീർന്നു. കൊടുക്കേണ്ടത് ഏറ്റവും അർഹിക്കുന്നത് ശശി തരൂരിനാണ്. നമ്മളെ പക്ഷെ സമയം എനിക്ക് ഉറപ്പാണ് അത് ശശി തരൂരിന് കൊടുക്കില്ല എന്നുള്ളത്. നമ്മളെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഓ അത് ശരി. ഓ ഓ ഓ ഇന്നിപ്പോ ഈ വിഷയത്തില് അപ്പൊ നമ്മൾ ഇന്നത്തെ സമയം അവസാനിച്ചു. നമുക്ക് ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ വേറൊരു വീഡിയോ വരുമ്പോ സംസാരിക്കാം. അപ്പൊ എല്ലാവരും നമ്മളെ ഡബിൾ ബാരലിന്റെ ഈ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.